ആപ്പിൾ യൂസേഴ്സിന് iCloud അക്കൗണ്ടിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും റിക്കവറി ചെയ്യാൻ പറ്റാത്ത വിധം മറന്നുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിക്കവറി ചെയ്യാൻ പറ്റാത്ത രീതിയിലായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആക്ടിവേഷൻ ലോക്ക് എന്ന് പറയുന്ന പ്രശ്നം. ആക്ടിവേഷൻ ലോക്ക് നമ്മുടെ ഏതെങ്കിലും ഡിവൈസ് ആക്ടിവേഷൻ ലോക്ക് ആയിക്കഴിഞ്ഞാൽ, അത് ഐപാഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും മാക്ബുക്ക് ആണെങ്കിലും ഏതൊരു ഡിവൈസ് ആണെങ്കിലും ആക്ടിവേഷൻ ലോക്ക് ആയിക്കഴിഞ്ഞാൽ M1 പ്രോസസ്സർ വരുന്ന ഡിവൈസുകൾ ഒഴികെ ബാക്കി എല്ലാ ഡിവൈസുകളും, M1 പ്രോസസ്സർ വരുന്നത് ഐപാഡിലും മാക്ബുക്കിലുമാണ് M1 പ്രോസസ്സർ വരുന്നത്. അപ്പോൾ M1 പ്രോസസ്സർ വരുന്ന ഡിവൈസുകൾ ഒഴികെ ബാക്കി എല്ലാ ഡിവൈസുകളും മാക്ബുക്ക് ആയാലും ഐപാഡ് ആയാലും ആക്ടിവേഷൻ ലോക്ക് നമുക്ക് ബൈപ്പാസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പെർമനൻ്റ്ലി ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. M1 ഡിവൈസുകൾക്ക് നിലവിൽ ഓപ്ഷൻ ഇല്ല, ഫ്യൂച്ചറിൽ വരുമായിരിക്കും. അതേപോലെ ഐഫോൺ ആണെങ്കിൽ iPhone X വരെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ബൈപ്പാസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഫോൺ ഫുൾ ഫംഗ്ഷൻ ആയിരിക്കും, പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫോൺ റീസെറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഓരോ ഡിവൈസുകളും iCloud എക്സിറ്റ് ചെയ്യുന്നത് ഐപാഡിനും ഐഫോണിനും മാക്ബുക്കിനും ഓരോ ഡിവൈസുകളിനും സെപ്പറേറ്റ് മെത്തേഡുകളാണ്. വൈഫൈ ഡിവൈസുകൾക്കുള്ള മെത്തേഡല്ല സെല്ലുലാർ ഡിവൈസുകൾക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ ഐഫോണിന് ഉപയോഗിക്കുന്ന മെത്തേഡല്ല മാക്ബുക്കിന് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ iCloud അൺലോക്കിങ്ങിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലരും എന്നെ വിളിക്കുകയും വാട്സാപ്പിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏത് സോഫ്റ്റ്വെയർ വെച്ചാണ് അൺലോക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്കും കൂടെ ആ സോഫ്റ്റ്വെയർ ഏതാണെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് പലരും വിളിച്ചിരുന്നു. ഫ്രീ സോഫ്റ്റ്വെയറുകളൊന്നും തന്നെ നമ്മൾ അൺലോക്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നില്ല. കാരണം ഫ്രീ സോഫ്റ്റ്വെയറുകൾ വെച്ച് അൺലോക്ക് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിവൈസ് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയറിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പ്രൊഫഷണൽ സർവീസ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്രീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്രീ സോഫ്റ്റ്വെയറുകൾ വെച്ച് ചെയ്താൽ തന്നെ ഡിവൈസ് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പം സോഫ്റ്റ്വെയർ വെച്ച് ഞങ്ങൾ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് പെയ്ഡ് സോഫ്റ്റ്വെയറുകൾ വെച്ചാണ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ സെർവർ ബേസ്ഡ് സർവീസുകളാണ്. ഇപ്പോൾ ഈ ഐപാഡ്, ഈ ആക്ടിവേഷൻ ലോക്കായിട്ട് വന്നിട്ടുള്ള ഈ ഐപാഡ് നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വൈഫൈ മോഡൽ ഐപാഡാണ്, അതുകൊണ്ട് ഇത് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് അൺലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് റീസെറ്റ് ചെയ്താലും ഇത് ലോക്കാവില്ല, ആ രീതിയിലാണ് ഇത് അൺലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഏതെങ്കിലും ഇതേപോലെ ആപ്പിൾ ഡിവൈസുകൾ ആക്ടിവേഷൻ ലോക്കായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സർവീസ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.